الظاهر لو لفظ رفاين فسرها
അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ഹബീബായി പറമോ ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടത് തന്നെ. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്നിവനെ അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്ന ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാതെ പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ടോ? അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഏതോ അനീതിക്ക് പാപമാകുന്നു, മരണത്തിനല്ലാത്ത പാപമുണ്ട് താനും. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവർ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവോത്തരൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകമെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോടാകുന്ന സൂക്ഷിച്ചുകൊള്ളുകയും ഹബീബായി പറക്കുമോ ലേഖനത്തിൽ നിന്നുമായി പാർക്കുമോ? ദൈവവചനത്താൽ ലോകങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനും ദൃശ്യമായവ അദൃശ്യമായവയിൽ നിന്ന് ഉണ്ടായി എന്നും നാം തിരിച്ചറിയുന്നതിന് വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ ഹാബേൽ കായേന്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് കഴിച്ചു. അത് നിമിത്തം അവൻ നീതിമാനാണെന്ന് അവനെ കുറിച്ച് സാക്ഷ്യമുണ്ടായി. ദൈവം അവന്റെ കാഴ്ചയെക്കുറിച്ച് സാക്ഷ്യം നൽകുകയും ചെയ്തു. അവൻ മരിച്ചിട്ടും ഇപ്പോഴും സംസാരിക്കുന്നു. വിശ്വാസം മൂലം ഹാനോക്ക് എടുക്കപ്പെട്ടു. അവൻ മരണം അനുഭവിച്ചിട്ടില്ല. ദൈവത്താൽ അവൻ മാറ്റപ്പെടുകയാക്കാനായി മാറ്റപ്പെടുന്നതിന് മുമ്പ് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവനെ കുറിച്ച് സാക്ഷ്യമുണ്ടായി. വിശ്വാസം കൂടാതെ ഒരുവനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തോടടുക്കുന്നവൻ ദൈവമുണ്ടെന്നും അവൻ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും ആണെന്നും വിശ്വസിക്കേണ്ടതാണ്. പാർക്കുമോ Acha
പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവേൻ. അവർ നിങ്ങളെ ന്യായാധിപസഭകളിൽ ഏൽപ്പിക്കുകയും സുനഗോഗുകളിൽ വെച്ച് ചുമട്ടി കൊണ്ടാടിക്കുകയും ചെയ്യും. ഞാൻ നിമിത്തം ഭരണകർത്താക്കളുടെ രാജാക്കന്മാരുടെ മുമ്പാകെ അവർ നിങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ അവർക്ക് വിജാതിയർക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കും. എന്നാൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പറയേണ്ടത് എങ്ങനെയെന്നോ എന്തെന്നോ ആഗ്രഹപ്പെടേണ്ടതില്ല. പറയുവാനുള്ളത് തത്സമയം നിങ്ങൾക്ക് ലഭിക്കും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിൽ കൂടി ഞങ്ങളുടെ പിതാവിന്റെ ആത്മാവാകുന്നു സംസാരിക്കുന്നത്. സഹോദരൻ തന്റെ സഹോദരനെയും പിതാവ് പുത്രനെയും കൊല്ലിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാർക്കെതിരെ നിന്നവരെ കൊല്ലിക്കും. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ ദ്വേഷിക്കും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനാകട്ടെ രക്ഷപ്പെടും. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുക. മനുഷ്യപുത്രൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെല്ലാം തിരികെയില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചരുളി ചെയ്തു. സ്നേഹപൂർവമായ കാരണത്താൽ
Amen.
കൃപയോടെ ലോകത്തെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ ബഗോലസ്ബാൻ ലോൽമേ. Peace be to you all. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുംബനത്താൽ ഓരോരുത്തരും മാനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദൈവമായ സമാധാനത്തിന് ശേഷം കണ്ണിയുടെ കർത്താവിനും നമ്മുടെ തലകൾ കുനിക്കണം. കർത്താവേ, ബോധത്തിനു മുമ്പാകെ നിർവഹിച്ചു നൽകുന്ന നിന്റെ ദാസനും ആരാധകരുമായ നിന്റെ മക്കളെ അനുഗ്രഹപൂർണമായ നിന്റെ വലതുകൈ ആവസിപ്പിച്ച് ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ബഗോലസ്ബാൻ ലോൽമേ. കർത്താവേ, നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും കുറ്റങ്ങൾക്കും വേണ്ടി രക്താർപ്പിതമല്ലാത്ത ഈ ആത്മീയ ബലി നിനക്ക് സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ അവിടുന്ന് നീക്കുമായി കളയണമേ. ഞങ്ങളെ നീക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ബഗോലസ്ബാൻ ലോൽമേ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസവും നല്ല ദൈവഭക്തിയോടും തുടർന്ന് ഈ വന്ധ്യപിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പായി വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിചിതവുമായ കുർബാനയെ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടിയുള്ള വലിയ സകലത്തിന്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് നിരപ്പിനും സമാധാനത്തിനും അണയ്ക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധവും ആവാസവും നമ്മുടെ വാത്സല്യഭാജനങ്ങളെ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മശീഹത്ത് വരാനിരിക്കുന്ന സ്വർഗീയ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഭയഭക്തിയോടുകൂടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. അദൃശ്യമായ സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്ത വായുകളോടും ഔഷധീയമായ ശബ്ദങ്ങളോടും കൂടെ നിന്നുകൊണ്ട് വിജയസ്തുതി അടസിച്ചുകൊണ്ട് ആര് മഹത്വപ്പെടുത്തുന്നുവോ ആയവനെ നമുക്കും മഹത്വപ്പെടുത്താം. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
താൻ വാഴ്ത്തേ ശുദ്ധീകരിച്ചു. ബാലേ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു ഇത്. അപ്രകാരം തന്നെ വീഞ്ഞുവെള്ളം കലർത്തിയുണ്ടാക്കിയതായ പാനപാത്രം എടുത്തു സ്തോത്രം ചെയ്തു വാഴ്ത്തേ ശുദ്ധീകരിച്ചു. ബാലേ തന്റെ പരിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ടവരോട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുന്നതും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്നതുമായ എന്റെ പുതിയ നിയമ രക്തമാകുന്നു ഇത്. നിങ്ങൾ സംബന്ധിക്കുമ്പോഴൊക്കെയും ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും നിങ്ങൾ സ്മരിച്ചുകൊള്ളുവീനെന്ന് അവരോട് താൻ മുൻകൂട്ടി കൽപ്പിച്ച് പരമേൽപ്പിക്കുകയും ചെയ്തു. അതാമോ ദോസേനോ കർത്താവേ, ബലഹീനരും പാപിയും കുറ്റക്കാരുമാകുന്ന നിന്റെ ദാസരാകുന്ന ഞങ്ങൾ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തെ മുഴുവനായും ഭയങ്കരവും മഹനീയവുമായ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും അനുസ്മരിക്കുന്നു. അത് നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും വിറയ്ക്കുകയും ചെയ്തുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തി പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബീദൈക്കാമോ ഗ്ലാബോ ഖ്യാതമറോ ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര പ്രവഹിക്കത്തക്കമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നോട് പ്രാർത്ഥിപ്പീ. Gustavo Sramalai
ഞങ്ങളുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നീക്കും ഏകജാതനും പരിശുദ്ധരായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ദിവ്യോപദേശവും പ്രകാശത്താലും നിന്റെ സ്നേഹിതരെ പ്രകാശിപ്പിക്കണമേ. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധവുമായ ജീവിതവും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ അങ്ങേക്കും കർത്താവേ, പീഡിതരെയും ക്ലേശിതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും മരുതികളെയും പരദേശികളെയും നിരാശ്രയരെയും ബന്ധനത്തിൽ കഴിയുന്നവരെയും അടിമത്തത്തിലായിരിക്കുന്നവരെയും വിധവകളെയും അനാഥരെയും അവിടുന്ന് സംരക്ഷിച്ച് പുലർത്തണമേ. ഞങ്ങൾ അങ്ങേക്കും ഏകജാതനും പരിശുദ്ധരായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ because there is no other one free from sin except our Lord and Savior Jesus Christ, through whom we also trust to find mercy and forgiveness of sins, both for us and for them, to make the laws of land welcome. ഞങ്ങളെയും ഞങ്ങളുടെ പരിശുദ്ധരെയും ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കായുള്ള ദണ്ഡനങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകണമേ. തന്മൂലം സകലത്തിന് പലതുപോലെ കുർബാന വഴിയായും സകലത്തിന് ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവേ ശുശ്രൂഷയുടെയും പരിശുദ്ധരുടെയും നാമങ്ങളോടുകൂടെ സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഓശോ സമാധാനം ഉണ്ടായിരിക്കട്ടെ.
വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു മുമ്പ് വീണ്ടും കാരുണ്യവാനായ കർത്താവിന് മുമ്പായി നാം തലകുനിക്കണം. തന്റെ മേലധികാരച്ചെങ്കോൽ കീഴ് സകല സൃഷ്ടികളും അടങ്ങുന്ന വലിയവനും സർവാധിപതിയുമാകുന്ന രാജാവേ, ഇപ്പോൾ തിരുമുമ്പാകെ തലവനിച്ച് നിൽക്കുന്ന നിന്റെ ഈ വിശുദ്ധ സഭയുടെ മക്കൾക്ക് നിന്റെ അനുഗ്രഹങ്ങൾ അയച്ചു കൊടുക്കണമേ. ഞങ്ങൾ അങ്ങേക്കും മേഘജാതനും പരിശുദ്ധ സഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത
പരിശുദ്ധ ദൈവമാതാവിന്റെ വലിയ മധ്യസ്ഥയിൽ നമ്മെ പ്രാപിച്ചുകൊണ്ട് പ്രത്യേകമായ പ്രാർത്ഥന നിർവഹിക്കുന്നു. അവരിൽ രോഗികളായിരിക്കുന്നവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ, ജന്മദിനം ആഘോഷിക്കുന്നവർ, വിവിധ ആവശ്യങ്ങളാകുന്ന പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവരൊക്കെ ഈ സമയത്ത് മാതാവിന്റെ പ്രാർത്ഥന സമർപ്പിച്ച് 9 മാസം നിന്നെ വിളിച്ച യുവതികളും പരിവാറുകളെ തീരണമേ. അമ്മേ, നിന്റെ പ്രാർത്ഥന മുഖാന്തരം
നിന്റെ അഭിഷിക്തന്മാരും നിന്റെ ശുശ്രൂഷകരും വെണ്മയുള്ളവരായി തീരണമേ. ദേറാക്കാരും ശക്തി പുതുക്കണമേ. പള്ളികളും ദേറാകൾ അഭിവൃദ്ധി പ്രാപിക്കണമേ. അമ്മേ, നിന്റെ പ്രാർത്ഥന മുഖാന്തരം ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും കുർബാനകളും നേർച്ചകളും ഞങ്ങളുടെ ജാതകങ്ങളും കൈക്കൊള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കടങ്ങൾ വീട്ടപ്പെടണമേ. ഞങ്ങൾ പാവങ്ങൾ ക്ഷമിക്കപ്പെടണമേ. ഞങ്ങൾ ക്ഷമിക്കപ്പെട്ട് പരിഹരിക്കപ്പെടുമാറാകണമേ. ശുദ്ധിമതിയായ അമ്മേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷിക്കുന്നു സഹായിക്കുന്നതിനെ പ്രദാനം ചെയ്യുന്നതിന് അവിടുത്തെ ഏകജാതനോട് അടിയങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുമാറാകണമേ. ഞങ്ങൾക്ക് നഷ്ടം പറ്റുന്നറിയുന്നവേ ഞങ്ങൾ അകറ്റിക്കളയണമേ. അമ്മേ, നിന്റെ പ്രാർത്ഥന മുഖാന്തരം ലോകമെമ്പാടും നിന്റെ നിരപ്പും സമാധാനവും ഇറങ്ങി വസിക്കുമാറാകണമേ. തന്റെ ധന്യമായ ശ്രീമണ്ണാൽ ഞങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കണമേ. അമ്മേ, നിന്റെ പ്രാർത്ഥന മുഖാന്തരം അപേക്ഷയെ കണ്ണുനീരും അർപ്പിക്കുന്ന ഇവർ ശുദ്ധീകരിക്കപ്പെടുമാറാകണമേ. ഇവരുടെ യാതനകൾക്ക് മറുപടി ലഭിക്കണമേ. വാങ്ങിപ്പോയ വിശ്വാസികൾ പാപരിഹാരം പ്രാപിക്കുമാറാകണമേ. അമ്മേ, നിന്നോടും സകല പരിശുദ്ധന്മാരോട് ഒരുമിച്ച് പ്രത്യേകിച്ചും ഇന്ന് ഓർമ്മ കൊണ്ടാടുന്നതായ മഹാപരിശുദ്ധന്മാർഗീയൊന്നിച്ചു കടങ്ങൾ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും ഈ സമയത്ത് എല്ലാ സമയത്തും അടിയങ്ങളുടെ സ്തുതി സ്തോത്രം കരേറ്റുമാറാകണമേ. ഞങ്ങൾ 3 പ്രാവശ്യം കുരിയലൈസോനെന്ന് ഏറ്റു ചൊല്ലുന്നു. Morgi
സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനം ആരാധിക്കുമാവുന്നു. نصرينا وبحدوث عمرنا لا طيب مرجي مرجيس يا مدعضراني ونبع طابد السيوثم وعدوها دم كيلوثم لا طبيك طبثانا من كرسو يثبيت آخر يوم وشويل لوطو بيك قاديشو مرقي ورقي السهدوم دعبيدة ربيتو عالبنجاز بمورو وهوشو بصنا وذنوب قرسين بطون وشبشين اشتهون حريون الاشلون وشبط بروغزون يعبرون كريهن الفاسون حيلين فحيلون شوايون يشترون معوقي وابو يلين البايون اسيغير ديلونويث ابون وعلي غرغريغوريوس يوحنون ابوهم واحوي مور فولوس يازجي وكلهون حطيفين معوقي وابيلين البايون شيدين الفطرون نسيون الفرقفون حوبين الحاسون حطوهين اشتفون عنيدم هيمني باوني ورشتموين فنيحون وحنان وهنون ناسيب لوك شبهوك لم حيلونوك ومنصحونوك مرقي ورقي السهدوك وشوفوا الزبان العلمي نمي بارخ مور സകനായുടെ സാക്ഷിഭരണത്തിന്റെ ഈ ഓർമ്മ പെരുന്നാളിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവന്റെ പ്രാർത്ഥന മൂലം അവന്റെ പെരുന്നാളിനെ ഭക്തിയായി കൊണ്ടാടുന്ന ജനസമൂഹത്തെ അവിടുന്ന് വാഴ്ത്തണമേ. വിശ്വാസികളെ പീഡിപ്പിച്ചവർക്ക് എതിരായി ധീരതയോടെ നിന്നതിനാൽ അവർ തന്നെ ഹൃദയം പീഡിപ്പിച്ച് വധിച്ചു. നിന്നെ പ്രതിയുള്ള കഷ്ടതകളും മരണവും നിമിത്തം നിന്റെ സന്നിധിയിൽ അവൻ സൗരഭ്യ വാസനയുള്ള ബലിയായി സമർപ്പിക്കപ്പെട്ടു. അവന്റെ രക്തം സഭയ്ക്ക് വളമായി തീർന്നു. അവന്റെ ഓർമ്മയും തിരിശേഷിപ്പും പ്രാർത്ഥനയും മൂലം വിശ്വാസികളായ ഭക്തജനത്തിന് സുഭിക്ഷതയുള്ള കാലങ്ങളും ശരിയായ സമാധാനം ഉണ്ടാകുമാറാകണമേ. പരിശുദ്ധ സഭയിൽ അവന്റെ പെരുന്നാൾ ആഘോഷം നീണാൾ നിലനിൽക്കുകയും അവന്റെ പ്രാർത്ഥന സഭയ്ക്ക് പ്രബല കോട്ടയും സഭാ മക്കൾക്ക് അനുഗ്രഹകരവുമായി തീരുമാറാകണമേ. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്ത് ദിവസം നിന്റെ പരിശുദ്ധന്മാരോടും സകതായോടും ഒരുമിച്ച് ഭാഗ്യം പ്രാപിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന്റെ പരിശുദ്ധ റൂഹായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണം. Padre,
ആദ്യം മുതൽ പാപപരിഹാരം ഇറങ്ങി വരുമാറായണമേ. കടകളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ പ്രസന്നതയ്ക്കുമായി വിലയേറിയതായ ശരീരങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഇന്നത്തെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധമായിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചവരെ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെയും മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ഭാഗങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. സമാധാനം ഉണ്ടായിരിക്കട്ടെ.
മിശിഹായുടെ ദൃഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ബലിയായി അർപ്പിക്കപ്പെടുകയും തന്റെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായി നൽകുകയും ചെയ്ത ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാനെ, നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നിലുള്ള ഭയഭക്തി ഞങ്ങൾ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങൾ സ്ഥാപിക്കണമേ. സുഹൃത്ത് നടപടികളാൽ ഞങ്ങൾ അലങ്കരിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളെ മരിച്ചുപോയവർക്കും പാപമോചനം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും പരിശുദ്ധരായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. നമ്മുടെ കർത്താവിന്റെ പാപപരിഹാരപ്രദമായ വിശുദ്ധ ബലിപീഠത്തിൽ നിന്നും നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള അനുഗ്രഹങ്ങളോട് പോയ ആഹാരങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങൾ നാം പ്രമേൽപ്പിക്കുന്നതായ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുകയും ദൂരസ്ഥന്മാരോടുകൂടെ സമീപസ്ഥനും മരിച്ചുപോയവരോടുകൂടെ ജീവനുള്ളവരും നമ്മുടെ കർത്താവിന്റെ വിജയസ്ലിമയാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായ ദുഷ്മയാൽ മുദ്രയിട്ടപ്പെട്ടവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും, നിങ്ങളെ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം കരുണയെ സഹായം പ്രാപിപ്പാനിട വരട്ടെ. വാത്സല്യ മക്കളെ, നിങ്ങൾ സന്തോഷിച്ച് സംതൃപ്തരായ സമാധാനത്താലേ പോകുവിൻ. നാൾതോറും എന്റെ ബലഹീനതയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുകയും.
ഇടവിടാതെ കുറ്റങ്ങളാൽ കഴുകണമേ. സമേതം വിനോദ താഴ്വരയിൽ കുടിപ്പിക്കും നീ അവരെ. കർത്താവേ, ഞങ്ങൾ ഭക്ഷിച്ചിരിക്കുകയും വിശ്വാസത്താൽ പാലം ചെയ്തോരു വിലയും രക്തപഥം തീനരകത്തിൽ പാലം പോലെ ഇരുവേണം. ഹല്ലേലൂയ, ജീവൻ നിത്യം. അമീൻ. എത്രയും മന്നിയ കോർബിസ്കോപാച്ചന്മാരെ, ബഹുമാന്യ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ശമാസൻ, ശുശ്രൂഷിച്ചവരായ പ്രിയപ്പെട്ടവരെ, പറമ്പ്, ഇന്ന് ഇവിടെ പെരുന്നാൾ സംബന്ധിക്കുന്നവരായ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ മക്കളെ, ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന് നാം ഇവിടെ ആയിരിക്കുമ്പോൾ. പരിശുദ്ധനായ മോർ ഗ്യൂറിയസ് സഹോദരന്റെ നാമത്തിൽ ഈ കോൺഗ്രിഗേഷൻ ആരംഭിച്ചിട്ട് ആദ്യത്തെ പെരുന്നാളാണ് ഗ്യൂറിയസ് സഹോദരന്റെ നാമത്തിൽ നാം ഇന്ന് നിർവഹിക്കുന്നത്. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തതുപോലെ ഈ ഭദ്രാസനത്തിലെ എല്ലാ ഇടവുകളും വളരെ ചെറിയ തോതിൽ ആണ് ആരംഭിക്കുകയും ക്രമേണ വളർന്നു വരികയും ചെയ്തിട്ടുള്ളത്. ഇന്ന് ഭദ്രാസനത്തിലെ ഏറ്റവും വലിയ ഇടവകയായ സെന്റ് ഇഗ്നേഷ്യസ് ഡാളസ് പള്ളി ഇപ്പോൾ 140-ലധികം കുടുംബങ്ങൾ മെമ്പേഴ്സായിട്ട് അവിടെ ഉണ്ട്. അവിടുത്തെ സൺഡേ സ്കൂളിൽ തന്നെ 120-ലധികം കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അത് തുടങ്ങിയത് 3 പേര് വെച്ചതാണ്. ലോക്കലി 2 പേര് കുറച്ചും കൂടെ അകലെ നിന്ന് മോറൽ സപ്പോർട്ടോടു കൂടിയാണ് തുടങ്ങിയത്. പക്ഷേ അത് വളർന്നു. അതിന് മറ്റൊരു ഇടവകയ്ക്ക് കൂടി അതിനൊരു സാവകാശം, ഒരു അവസരം കൊടുത്തു. ഇപ്പോൾ 2 ഇടവകകളും കൂടി ഏകദേശം എനിക്ക് തോന്നുന്നത് 200-ലധികം കുടുംബങ്ങൾ അവിടെ അംഗങ്ങളായി നമ്മുടെ സഭയുടെ ആരാധന ശുശ്രൂഷകളിൽ പങ്കെടുത്തു വരുന്നു. ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് ബാൾട്ടിമോർ സെന്റ് തോമസ് ദേവാലയമുണ്ട്, DC-യിലെ സെന്റ് മേരീസ് ദേവാലയമുണ്ട്. ഇവിടെ മൊർഗ്യൂറിയസ് നാമത്തിന്റെ ഈ കോൺഗ്രിഗേഷനും ആരംഭിക്കുമ്പോൾ ഇത് പരസ്പര പൂരകങ്ങളായിട്ട് പ്രവർത്തിക്കേണ്ടതാണ്. വാശിക്കോ വൈരാഗ്യത്തിനോ മത്സരിക്കാനോ അല്ല, മറിച്ച് സഭയുടെ ശുശ്രൂഷ എത്രത്തോളം സ്ഥലങ്ങളിൽ നമുക്ക് വ്യാപിപ്പിക്കുവാൻ സാധിക്കുമോ അത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു ശുശ്രൂഷയാണ്, നമ്മുടെ മിനിസ്ട്രിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയിലും കാനഡയിലുമുള്ളതായ വിവിധ ദേശങ്ങളിൽ അനേക ശുശ്രൂഷ കേന്ദ്രങ്ങൾ ഇപ്പോൾ ഉള്ളത്, ഇടവുകളായും കോൺഗ്രിഗേഷൻസായും. ഈ സമയത്ത് ആദ്യത്തെ പെരുന്നാൾ എന്നുള്ള നിലയിൽ ഇതിൽ വന്ന് പങ്കെടുക്കുന്നതായ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും പ്രത്യേകമായിട്ട് നിങ്ങൾ അനുമോദിക്കുകയും ചെയ്യും. ദൈവം ബഹുമാനിച്ചവരെ, ദൈവം ആദരിച്ചവരെ നാമും ബഹുമാനിക്കുന്നു, നാമും ആദരിക്കുന്നു എന്നതാണ് വിശുദ്ധന്മാരുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നാം ഓർക്കേണ്ടത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ ബഹുമാനിക്കുന്നവനെ ഞാൻ ബഹുമാനിക്കും, നീ ദേശത്തിന് ഒരു അനുഗ്രഹമായി, നീ ചെല്ലുന്നവർക്കൊക്കെയും അനുഗ്രഹമായിട്ട് മാറും. പരിശുദ്ധനായ മോർ ഗ്യൂറിയസ് സഹദ കർത്താവിനോടുള്ളതായ വിശ്വാസത്തെ പ്രതി തന്റെ സുഖ ജീവിതത്തെ, തന്റെ കരിയറിനെ, ജോലിപരമായ ജീവിതത്തെ, തൊഴിലിനെ ഒക്കെയും താഴ്ത്തി കണ്ടുകൊണ്ട്, അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ശക്തനായ പോരാളിയായി തീർന്ന ഭടനാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ രക്തസാക്ഷികളുടെ ഒരു പ്രോമിനന്റ് അംഗമായിട്ട് നാം കാണുന്ന ഒരു ഗ്യൂറിയസ് സഹദ. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് ഉള്ള ചരിത്ര കഥകൾ നമുക്ക് അവൈലബിൾ ആണ്. അറബിയിലും ഹിന്ദിയിലും, അറബിയിലും സുറിയാനിയിലും മലയാളത്തിലൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പോ ചില കാര്യങ്ങളൊക്കെയും എക്സാജറേറ്റഡ് ആണ് എങ്കിൽ തന്നെയും അനേക തലമുറകൾ വിശ്വസിക്കുകയും ആ വിശുദ്ധന്റെ മധ്യസ്ഥ ലഭ്യം കൊണ്ടുകൊണ്ട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ അനേക ദേവാലയങ്ങൾ പണിതുയർത്തുകയും ചെയ്തിട്ടുള്ളത് ആ രക്തസാക്ഷിയുടെ ജീവിക്കുന്ന സ്മാരകങ്ങളാണ്. നമുക്കറിയാം, AD 325 നിക്കാ സിനോസ് കൂടുമ്പോൾ അതിനു മുമ്പ് തന്നെ പരിശുദ്ധനായ മോർ ഗ്യൂറിയസ് നാമത്തിൽ ദേവാലയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ പൗരാണികത എത്രത്തോളം പഴയതാണ് എന്ന് ഓർത്തോളണം. സ്ത്രീയായ അനേക ദേവാലയങ്ങളുണ്ട് മോർ ഗ്യൂറിയസ് നാമത്തിലുള്ള.
നമുക്കതിന്റെ ചരിത്രങ്ങൾ, അദ്ദേഹത്തിന്റെ പീഡനങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇതൊന്നും നടക്കുന്ന കാര്യമില്ല, വെറുതെ ഇത് പറയുകയാണ്. അത്രത്തോളം ശക്തമായ ഇൻഹ്യൂമൻ ആയിട്ടുള്ള മാനുഷികമല്ലാത്ത രീതിയിലുള്ളതായ ക്രൂരതകളാണ്, പീഡനങ്ങളാണ് മോർ ഗ്യൂറീസ് സഹദായ പോലുള്ളതായ രക്തസാക്ഷികൾക്ക് സഹിക്കേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് അത് വിശ്വസിക്കുവാൻ നാം നിർബന്ധിതരായിരിക്കുകയാണ്. കാരണം ഇവിടെ നിൽക്കുന്നതായ അബ്ദുല്ല ജോസഫ് കോർപ്പിസ്കോപ്പാച്ചനാണ്. അദ്ദേഹം ആലപ്പോയിൽ വികാരിയായിരുന്ന ആളാണ്. ആലപ്പോ ദേവാലയത്തിന്റെ കത്തീഡ്രലിന്റെ. അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം നിങ്ങൾക്ക് ആലപ്പോ എന്ന നഗരം സിറിയയിലെ വലിയ ഒരു പ്രസിദ്ധമായ പട്ടണം. വാട്ട് ഈസ് സിറ്റുവേഷൻ ഇൻ ദാറ്റ് മെട്രോപൊളിറ്റൻ സിറ്റി ഓഫ് ആലപ്പോ ഇൻ സിറിയ? ബഹുമാനപ്പെട്ട ദേവോയോ അന്ത്രോസ് ഭാഷ ഞാൻ ഒന്നിച്ച് സെമിനാരി പഠിച്ചിട്ടുള്ളതാണ് ഡമാസ്കസിൽ. ഹീസ് ഓൾസോ ഫ്രം ഹസർക്കെ സിറിയ, അതിന്റെ സബർബിലുള്ളതാണ്. അദ്ദേഹത്തിന്റെ ജന്മദേശമായ ആ പ്രദേശത്തും എത്രത്തോളം ആളുകൾ പീഡനം അനുഭവിക്കുന്നു, ഹോംസ്, ഹാമ തുടങ്ങിയ പ്രദേശങ്ങളിൽ, അത് നമുക്കൊന്നും ചിന്തിക്കുവാൻ പോലും കഴിയാത്തതായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയാണ് അനേകം ആളുകൾ അവിടെ മരണപ്പെട്ടിട്ടുള്ളത്. വിശ്വാസത്തിന് വേണ്ടിയാണ്. അപ്പൊ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇത് സംഭവിക്കുമ്പോൾ ഈ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവരായ മോർ ഗ്യൂറീസ് സഹദായുടെ ജീവചരിത്രം അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ മധ്യസ്ഥത നമുക്ക് കാവൽ കോട്ടയമായിരിക്കട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചവരാണ് മോർ ഗ്യൂറീസ് സഹദാ. അദ്ദേഹത്തിന്റെ മരണത്തെ കണ്ടുകൊണ്ട് ഹൗ ഹി ഫേസ്ഡ് ദ മാർട്ടിർഡം, രക്തസാക്ഷിത്വം എങ്ങനെ അഭിമുഖീകരിച്ചു എന്നുള്ളതിനെ കണ്ടുകൊണ്ടാണ് അലക്സാന്ദ്രിയ രാജ്ഞിയും അവളുടെ കൂട്ടുകാരും അതോട് ചേർന്ന് അനേകരും കർത്താവിൽ വിശ്വസിച്ച് സഭയോട് ചേർന്നു. നമ്മുടെ ജീവിതം കൊണ്ട് ആരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? യെരമ്യാവിന്റെ പ്രവചനത്തിൽ പറയുന്നു, കർത്താവിന്റെ വേലയിൽ ഉത്സുകനായിരിക്കണം, മടിയനായിരുന്നാൽ ശാപമാണ്. കർത്താവ് നമ്മൾ ഓരോരുത്തരെയും ഓരോ തലങ്ങളിൽ വിളിച്ചിട്ടുള്ളവരാണ്. നമ്മുടെ ഈ ജീവിതം കൊണ്ട് കേരളത്തിന്റെ എവിടെയോ താമസിക്കേണ്ടിയിരുന്നതായ നാം ഇവിടെ അമേരിക്കയിൽ വന്നാൽ ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മെ കൊണ്ട് നമ്മെ ഇവിടെ ആക്കിയ ദൈവത്തിന് എന്ത് മഹത്വം കരയറ്റുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കുടുംബത്തിന്, സമൂഹത്തിന്, ഇടവകകൾക്ക് നമ്മുടേതായ എന്ത് പരിശ്രമം, എന്ത് റോൾ നമുക്ക് നിർവഹിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ദൈവം നമ്മെ അനേകമായി അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനേക അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് നാം പ്രാപിച്ചിട്ടുണ്ട്. അതിലൊക്കെയും നമുക്ക് എങ്ങനെ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാൻ സാധിക്കും, എങ്ങനെ ജീവിക്കുവാൻ സാധിക്കും? ഞാൻ ആ ഭാഗത്തേക്ക് തിരികെ വരട്ടെ. ദൈവം ആദരിച്ചവരെ നാം ഇന്ന് ആദരിക്കുകയാണ്. മോർ ഗ്യൂറീസ് സഹദാ തന്റെ വിശ്വാസത്തെ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ഏറ്റുപറയുകയും തന്റെ ജീവിതത്തെ തൃണവൽക്കരിച്ചുകൊണ്ട്, ഉപേക്ഷിച്ചുകൊണ്ട്, അതിനേക്കാൾ ഉപരിയാണ് എന്റെ നാഥനോടുള്ളതായ കമ്മിറ്റ്മെന്റ്, വിശ്വാസം എന്ന് ഏറ്റുപറഞ്ഞ വ്യക്തിയാണല്ലോ മോർ ഗ്യൂറീസ് സഹദാ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള വിശ്വാസം ഏറ്റുപറയുമ്പോൾ, അദ്ദേഹത്തിന്റെ മധ്യസ്ഥത നാം സ്വീകരിക്കുമ്പോൾ ആ വിശ്വാസ ദൃഢത നമുക്കും പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു മധ്യസ്ഥനെ നാം സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുകയാണ് എന്ന് കരുതരുത്. അല്ലെങ്കിൽ ക്രിസ്തുവിന് പകരമാണ് നാം മധ്യസ്ഥനെ കൂട്ടുപിടിച്ച് എളുപ്പ വഴിയിലെ കാര്യങ്ങൾ സാധിക്കുവാൻ നോക്കുകയാണ് എന്ന് കരുതരുത്. മറിച്ച് ഇവരൊക്കെയും ദൈവത്തെ ചൂണ്ടിക്കാണിച്ചവരാണ്. പരിശുദ്ധ മാതാവ് ഉൾപ്പെടെ, പരിശുദ്ധന്മാരുൾപ്പെടെ എല്ലാ ശുദ്ധിമതികളും ശുദ്ധിമാന്മാരും ഒക്കെയും ദൈവത്തെയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ആ ദൈവത്തെ ബഹുമാനിക്കുവാനും ദൈവം അവരെ ആദരിച്ചത് കണ്ടുകൊണ്ട് അവരെ ബഹുമാനിക്കുവാനും നമുക്ക് സാധിക്കണം. നാം ഒരു പോലീസ് ഓഫീസറെ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ടിക്കറ്റ് വരും ഫയർ അടിക്കുന്നുള്ളതെന്ന് മാത്രമല്ല, അത് പേടികൊണ്ടാണ്. മറിച്ച് അദ്ദേഹത്തിന്റെ സ്ഥാനം, അല്ലെങ്കിൽ മറ്റാരും കഴിക്കുള്ളൂ, സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ നാം ബഹുമാനിക്കുന്നത് ആ വ്യക്തിയോടുള്ളതായ ബഹുമാനമല്ല, മറിച്ച് അത് സ്ഥാനത്തോടാണ്. എന്നതുപോലെ ക്രിസ്തുവിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഈ സഹോദരന്മാര് അവന് വേണ്ടി കൊല്ലപ്പെട്ടത്. അതുകൊണ്ടാണ് അവരിലൂടെ അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നത്.
മോർഗീസ് സഹതായല്ല അത്ഭുതം പ്രവർത്തിക്കുന്നത്, ദൈവമാതാവല്ല അത്ഭുതം പ്രവർത്തിക്കുന്നത്, മറിച്ച് അവരുടെ മധ്യസ്ഥതയിലൂടെ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ വിശുദ്ധന്മാരുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നാം ഓർത്തുകൊള്ളണം, നാം ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തോടാണ് പാപത്തിന്റെ ക്ഷമ യാചിക്കുന്നത്. ഇതൊന്നും സഹോദരന്മാരോ വിശുദ്ധന്മാരോ ചെയ്യേണ്ട കാര്യങ്ങളല്ല. പക്ഷേ നമുക്ക് അവരുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടാം. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവാനാണെങ്കിൽ പിന്നെ കുറച്ച് പേര് തന്നിട്ടില്ലേ? ബഹുമാനപ്പെട്ട വൈദികർ നിങ്ങൾ പേര് കൊടുക്കാറില്ലേ? നമ്മൾ തന്നെ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ നമ്മുടെ കുടുംബങ്ങളിൽ? അതുപോലെ ഈ ലോകത്ത് മാതൃകാപരമായ ജീവിതം എല്ലാവരും കാണുക, ക്രിസ്തുവിന് വേണ്ടി നിന്നവൻ, ക്രിസ്തുവിന്റെ ഒരു വിശ്വാസം ഏറ്റുപറഞ്ഞ് ഈ ലോകത്ത് നിന്ന് കടന്നുപോയ വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ മധ്യസ്ഥത നാം യാചിക്കുമ്പോൾ ദൈവത്തോട് അകന്നു പോകുവാൻ ഇടയാകരുത്, മറിച്ച് ദൈവത്തോട് അടുക്കുവാൻ നമുക്ക് ഇടയാകണം. എന്റെ വാക്കുകൾ ദിവസമായിരിക്കട്ടെ. ഇന്ന് ഇവിടെ പെരുന്നാൾ സംഘടിപ്പിക്കുമ്പോൾ, ഇന്ന് നിങ്ങൾക്കറിയാം കാലാവസ്ഥ പറഞ്ഞിരുന്നത് ശക്തമായ മഴയാണ്. ഇപ്പോൾ നിങ്ങൾ പുറത്തു നോക്കിയാൽ പ്രദക്ഷിണം ഇറങ്ങാനുള്ളതാണ്. ഇപ്പോൾ പുറത്തേക്ക് നോക്കിയാൽ അറിയാം, യാതൊരു കുഴപ്പമില്ല. രാവിലെ ശക്തമായ മഴ കണ്ടപ്പോൾ പലരും ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്നുണ്ടാവും, വരാനിരുന്നവർ പോലും ചിലർ വരാനിരുന്നതാണ്. പക്ഷേ നമുക്ക് അനുഗ്രഹകരമായ സന്തോഷകരമായ, നമ്മുടെ തമ്പിയച്ചന്റെ ഭാഷ പറഞ്ഞാൽ വണ്ടർഫുൾ ഡേ അല്ലേ, നല്ലൊരു ദിവസമാണ് ഇന്ന് ദൈവം നൽകിയിരിക്കുന്നത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, പരിശുദ്ധനായ മോർഗീസ് സഹോദരന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടാം. അദ്ദേഹത്തിന്റെ മധ്യസ്ഥത അഭയം പ്രാപിച്ചുകൊണ്ട് കാവൽ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഇടവക നമ്മൾ ആരംഭിച്ചപ്പോൾ ഇതിൽ നിന്ന് അനുദിനം വളർച്ചയിലേക്ക് കടന്നു വരട്ടെ. നിങ്ങളുടെ ശ്രദ്ധയിൽ ആരെങ്കിലും നമ്മുടെ സഭയുടെ അംഗങ്ങളായിട്ട് നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ള ഉണ്ടെങ്കിൽ അവരെ ഇതിലേക്ക് സ്വീകരിക്കുവാനും ക്ഷണിക്കുവാനും സ്വാഗതം ചെയ്യുവാനും നിങ്ങൾ ഉത്സുകരായിരിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ഒരു ക്രിസ്തുവിന്റെ ഒരു ശരിയായ ശിഷ്യൻ എന്ന് പറയുന്നത് നമുക്ക് 3 തരത്തിൽ പറയാം. ഒന്ന്, അവൻ എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ ആയിരിക്കണം. അവൻ മറ്റുള്ളവരുടെ മുമ്പാകെ ക്രിസ്തുവിനെ ഏറ്റുപറയുവാൻ ധൈര്യമുള്ളവനായിരിക്കണം. അതുപോലെ തന്നെ മറ്റെന്തിനേക്കാളും വില പിടിച്ചത് ക്രിസ്തുവാണ് എന്ന് കരുതിക്കൊണ്ട് ആ ക്രിസ്തുവിന് വേണ്ടി എന്തും നഷ്ടപ്പെടുത്തുവാൻ തയ്യാറുള്ളവനും ആയിരിക്കണം, മനസ്സുള്ളവനുമായിരിക്കണം. അതാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ എന്ന് പറയുന്നത്. ട്രൂ ഡിസൈപ്പിൾ ഈസ് വൺ ഹു confers Christ before others, one who loves Christ more than any other person, and is the one who is ready, who is willing to give away anything else for the sake of Christ. അപ്പോ ദൈവത്തിന് വേണ്ടി ഗിരിസരായർ പറഞ്ഞല്ലോ, തന്റെ തൊഴിലിനെ, തനിക്കുണ്ടാകാമെന്ന പ്രൊമോഷൻ സാധ്യതകളെ, തനിക്ക് രാജാവിന്റെ സ്ഥലത്തിലുണ്ടാകാമായിരുന്ന നല്ല മാർക്കിനെ, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും അദ്ദേഹം മാറ്റിവെച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുവാൻ മോർഗീസ് സഹത തയ്യാറായി. അദ്ദേഹത്തിന് വലിയ വില അതിന് നൽകേണ്ടി വന്നു, തന്റെ ജീവനെ തന്നെ അത് നൽകേണ്ടി വന്നു. പക്ഷേ അതിലൂടെ അനേകം ആളുകളെ ദൈവസന്നിധിയിലേക്ക് ആകർഷിക്കുവാൻ മോർഗീസ് സഹതയ്ക്ക് സാധിച്ചു. ആ മോർഗീസ് സഹതയുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ. 106 സങ്കീർത്തനം 23 വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവ തന്റെ ഭക്തന്മാരെ, കർത്താവ് തന്റെ ഭക്തനായ മോശയുടെ മധ്യസ്ഥമില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽക്കാരെ നശിപ്പിക്കുമായിരുന്നു എന്ന് പറയുന്നതായ വാക്യമുണ്ട്. കർത്താവ് ഇസ്രായേൽക്കാരെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ തന്റെ വൃതനായ മോശ അവന്റെ ക്രോധത്തിനും ഈ ജനത്തിനും ഇടയ്ക്ക് നിന്നില്ലായിരുന്നുവെങ്കിൽ അവൻ അവരെ നിശ്ചയമായും നശിപ്പിക്കുമായിരുന്നു. 106 സങ്കീർത്തനം 23 വാക്യം വളരെ ശക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ദൈവത്തിന്റെ ക്രോധത്തിന് മുന്നിൽ വിനയത്തോടുകൂടെ, കണ്ണുനീരോടുകൂടെ ഈ പാപികളായ ജനത്തിനു വേണ്ടി മധ്യസ്ഥത യാചിച്ചവനായ മോശയെ കണ്ടുകൊണ്ട് മോശയോടുള്ളതായ ആ അപ്രീസിയേഷൻ മുഖാന്തരം അവന്റെ മധ്യസ്ഥതയെ അംഗീകരിച്ച് ആ ജനത്തിന് ഒരു ചാൻസ് കൂടെ കൊടുത്തവനായ ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. നാം മോർഗീസ് സഹതായ കാവൽ പിതാവായി സ്വീകരിക്കുമ്പോൾ ആ കാവൽ പിതാവിന്റെ മധ്യസ്ഥത നമുക്കും നമ്മുടെ ബലഹീനമായ ജീവിതത്തിലൂടെ വന്നു പോകുന്നതായ തെറ്റുകുറ്റങ്ങൾക്കൊക്കെയും മോചനം ദൈവത്തിൽ നിന്ന് നേടുവാൻ നമുക്കിടയാകട്ടെ. ഒരിക്കൽ കൂടെ പറയട്ടെ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഒരിക്കലും ഇടയാകരുത്. അത് മറ്റുള്ളവരുടെ പ്രാർത്ഥനയിലൂടെ, മധ്യസ്ഥരുടെ പ്രാർത്ഥനയിലൂടെ,
എല്ലാം അത് നമുക്ക് വരാകാവുന്നതായ ക്രോധങ്ങളിൽ നിന്നും നാം വിടുവിക്കപ്പെടുവാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നാം സാധാരണ ചൊല്ലാറുള്ള ഗീതം ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. ഉത്തമയോസേപ്പിനസ്തികളെ മോശ ബഹുമാനിച്ചതുപോൽ മശിഹായുടെ വത്സലരാകും വിശുദ്ധരെ നാം കൊണ്ടാടേണം. ക്രോധത്തിനുടെ കാലത്ത് നീതിനടി നാമേൽ കായ്വാൻ ക്രോധത്തിനടി നാം ഏൽക്കാതിരിക്കുവാനായിട്ട് വിശുദ്ധനായ മോർഗീറിയസ് രാജാവുൾപ്പെടെയുള്ളതായ പരിശുദ്ധന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും പരിശുദ്ധനായ മോർഗീറിയസ് മധ്യസ്ഥ മുഖാന്തരമായി അനുഗ്രഹിക്കുമാറാകട്ടെ. I am so happy that സ്വർഗരാജേ സിംഹാസനമേറി സ്ഥിതി ചെയ്യുന്നവനെ സർവചരാചര പാലകനെ സ്വസുതനെ ഭൂവിലയച്ചവനെ സുരവര സംഹിത നായകനെ സുജനത്തിനു വരദായകനെ ഓർക്കണമേ ഞങ്ങളെ എന്നാളും. ദൈവത്തോടായവ പ്രാർത്ഥിക്കൂ. നാദാദിൻ വരവ് വരയ്ക്കു സഭയിൽ നിന്നും മക്കളിൽ നിന്നും മോർഗി വരുകി സ്മൃതിമ ഈടരുതേ. ദയറാകിൽ പള്ളികളിന്നു നാനാദിശയിൽ സ്തുതിയുയരട്ടെ. നിൻപേർക്കായി വർദ്ധിതമായെന്നും സ്തുതിയുയരെ. ഈറന്മാവൃന്ദം ഭുവി മനുജ സ്തോത്രമർപ്പിക്കും. ഭക്തസ്മൃതി വിസ്തൃതമാകും തിരുനാമം. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. മോർഗീറിയസ്
നിങ്ങൾക്ക് നിങ്ങളെ മനുഷ്യരുടെ ആത്മാക്കൾക്കും ആശ്വാസം നൽകട്ടെ. പിതാവും പരിശുദ്ധമായുള്ളവയെ അവിടുത്തെ ശ്രേഷ്ഠോന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ ബലഹീനമുള്ളവയും കുറവുള്ളവയുമായ അടികളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കേൾക്കപ്പെട്ടവയും അംഗീകാരയോഗ്യവുമായി തിരുമാറാകണമേ. Our Father who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us as we trespass against us. Let us not in temptation, but deliver us the evil one. For thine is the kingdom, power, and glory forever and ever. Hail Mary, full of grace, our Lord is with thee. Blessed art thou, blessed is the fruit of our Lord Jesus Christ. O Virgin Saint Mary, Mother of God, pray for us sinners, and now and at the hour of our death.